മൃഗഭോഗികളായ സ്ത്രീകളുടെ നാടാണോ കൊച്ചി? ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. ആരുടെയും ഞെട്ടിച്ചൊളിപ്പിക്കേണ്ട. കോവിഡിന് മുൻപ് ചുരുക്കം ചില ഫ്ളാറ്റുകളിലും കോവിഡിന് ശേഷം 40-ലധികം ഫ്ളാറ്റുകളിലേക്കും വ്യാപിച്ച വലിയൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് മൃഗങ്ങളുമായി സെക്സ് ചെയ്യുന്ന സെന്ററുകൾ എന്നാണ് കേൾക്കുന്നത്. 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വിലയുള്ള പട്ടികളെയാണ് ഈ ബിസിനസ്സിനായി ഉപയോഗിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ സ്വദേശികളും വിദേശികളുമായ നായകളുണ്ട്. ഈ നായകളെ സെക്സിനായി പരിശീലനം നടത്തുന്ന 7ഓളം സെന്ററുകൾ കൊച്ചിയിലുണ്ടെന്നാണ് കേൾക്കുന്നത്. 30,000 മുതൽ 70,000 രൂപ വരെയാണ് ട്രെയിനിങ് ഫീസായി വാങ്ങുന്നത്. 7 ദിവസം മുതൽ 1 മാസം വരെ നീളുന്ന ട്രെയിനിങ് ആണ് നായകൾക്ക് നൽകുക. നായകളുടെ ബ്രീഡ്, വയസ്സ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ട്രെയിനിങ് ഫീസും ദിവസങ്ങളും തീരുമാനിക്കുക. വിദേശങ്ങളിൽ പല സ്ത്രീകളും സെക്സിനായി നായകളെ വളർത്താറുണ്ട് എന്ന് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊരു ബിസിനസ്സായി മാറ്റിയിരിക്കുന്ന ഏക സ്ഥലം കൊച്ചിയായിരിക്കും. കൊച്ചിയിലെ ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ബിസിനസ് നടക്കുന്നത്. സമൂഹത്തിലെ പല ഉന്നതരായ സ്ത്രീകളും മൃഗ സെക്സിനായി എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ അവരുടെ ഉപഭോക്താക്കളാണ്. 1 മണിക്കൂറിന് 3,000 രൂപ മുതൽ 5,000 രൂപ വരെയാണ് ചാർജ് ഈടാക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിനികൾ 4-5 പേർ ഒന്നിച്ചു വന്നു 2-3 മണിക്കൂർ നായകളെ സെക്സിനായി ഉപയോഗിച്ച് ഫീസ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സ്കീമുകളുമുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിലാണ് കൂടുതൽ ആവശ്യക്കാർ ഉണ്ടാവാറുള്ളത്. സെക്സിനോട് അതിതാല്പര്യമുള്ളവരും ഭർത്താവിൽ നിന്നും വേണ്ട പരിഗണന കിട്ടാത്തവരുമാണ് കൂടുതൽ എത്തുന്നത്. നായകളെ കൊണ്ട് സെക്സ് ചെയ്യിപ്പിക്കുന്ന ഒട്ടുമിക്ക നടത്തിപ്പുകാരും സ്ത്രീകൾ തന്നെയായതുകൊണ്ട് ആർക്കും സംശയം തോന്നാറില്ല. വരുന്ന സ്ത്രീകളെ സുഹൃത്തുക്കളായിട്ടായിരിക്കും അവതരിപ്പിക്കുക. ഭർത്താവിന്റെ അറിവോടെ നടത്തുന്ന സെന്ററുകൾ ഉണ്ടെങ്കിലും കൂടുതലും ഭർത്താവും കുട്ടികളും ജോലിസ്ഥലത്തേക്കോ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോയി കഴിയുമ്പോഴാണ് ഈ ബിസിനസ് ആരംഭിക്കുക. കൂടാതെ ഇതിനു വേണ്ടി മാത്രം ഫ്ളാറ്റുകൾ 2-3 സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് ഹോം ബേസ്ഡ് വർക്കിനാണ് എന്ന് പറഞ്ഞെടുത്ത് വർക്ക് ചെയ്യാൻ എന്ന ഭാവേന അവരവരുടെ നായകളെയും കൊണ്ടുവന്നു ഈ ബിസിനസ് ചെയ്യുന്നവരുമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നായകളുമായി സെക്സ് ചെയ്യുമ്പോൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കുമെന്നതും ഗർഭിണിയാകില്ല എന്നതും ആർക്കും സംശയം തോന്നാതെ ഇത് ചെയ്യാം എന്നതും കൂടുതൽ സ്ത്രീകളെ ഈ രീതിയിലുള്ള സെക്സിലേക്ക് അടുപ്പിക്കുന്നു. കൂടാതെ പുതിയ ഇരകളെ മൃഗഭോഗത്തിലേക്ക് കൊണ്ടുവരുന്നവർക്ക് കമ്മീഷനായി 1 മണിക്കൂർ വെച്ചുള്ള 10 മണിക്കൂർ മൃഗ സെക്സ് ഫ്രീ ആയി കൊടുക്കുന്നവരുമുണ്ട്. മൃഗഭോഗത്തിന് വരുന്നവർ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാകാനും പിന്നീട് വിഷാദരോഗിയായി മാറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് വിദേശങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. വ്യക്തമായ തെളിവുകളില്ലാത്തതും പ്രസ്തുത സെന്ററുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തതും ഇപ്പോഴും ദുരൂഹമായി നിലനിൽക്കുന്നു. ചിലപ്പോൾ പെറ്റ് സ്പാ സെന്ററുകൾ കേന്ദ്രീകരിച്ച് രഹസ്യമായി അന്വേഷണം നടത്തിയാൽ കണ്ടെത്തുവാൻ കഴിഞ്ഞേക്കും. എന്തായാലും ആ ദേശത്ത് ഞാൻ ദുഷ്ടയും മ്ലേച്ഛതയും വർദ്ധിപ്പിക്കും. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയില്ല. അവർ കണ്ണുകൊണ്ട് കാണും, ചെവി കൊണ്ട് കേൾക്കും, പക്ഷെ അവരുടെ മനസ്സ് തിരിയില്ല. അങ്ങനെ മ്ലേച്ഛത വർദ്ധിക്കുമ്പോൾ ആ ദേശത്തെ ഞാൻ നശിപ്പിക്കും. ആ ദേശം 2ആയി പിളരും, ആ ദേശം ശൂന്യമായി മാറുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയെക്കുറിച്ചാണോ? അത് നടത്തുവാൻ വേണ്ടിയാണോ മുല്ലപ്പെരിയാറിനെ നിലനിർത്തിയിരിക്കുന്നത്? എന്തായാലും കൊച്ചി പഴയ കൊച്ചിയല്ല, വളരെയധികം മാറിയിരിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ കമ്പൈൻ സ്റ്റഡി എന്ന പേരിൽ നടക്കുന്ന ഗ്രൂപ്പ് സെക്സ്, അതും കൊച്ചിയിൽ. ആ റിപ്പോർട്ട് നാളെ അലർട്ട് ഐസിൽ